നമസ്കാരം. ഗിന്നസ് ബുക്കിൽ ഇടം നേടുക എന്ന ലക്ഷ്യത്തോടെ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ മൃദംഗനാദം പരിപാടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ എം.എ. നിഷാദ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. മൃദംഗനാദം എന്ന നൃത്ത പരിപാടി അക്ഷരാർത്ഥത്തിൽ മൃഗീയ നാടകമായിരുന്നു എന്നുള്ളതിന്റെ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും ഒരു അപകടം നടന്നിട്ടും അത് വകവയ്ക്കാതെ പരിപാടിയുമായി മുന്നോട്ടു പോയ സംഘാടകരും ഇവന്റ് മാനേജ്മെന്റ്സുമാണ് പ്രധാന പ്രതികളെന്നും എം.എ. നിഷാദ് പറയുന്നു. ഉമാ തോമസ് എം.എൽ.എയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എം.എൽ.എ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ മതിയാവൂ. ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ മൃദംഗനാദം എന്ന നൃത്ത പരിപാടി അക്ഷരാർത്ഥത്തിൽ മൃഗീയ നാടകമായിരുന്നു എന്നുള്ളതിന്റെ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് എം.എ. നിഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. സാമൂഹ്യ നൃത്തത്തിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് മറ്റു നർത്തകിമാരെ സിനിമയിലെ നൃത്തരംഗത്ത് അവതരിപ്പിക്കുന്ന സംഘനർത്തകർ അല്ലെങ്കിൽ ഡാൻസേഴ്സായി പശ്ചാത്തലത്തിൽ നൃത്തം ചെയ്യിപ്പിച്ച രീതി തികച്ചും അപലനീയമാണ്. ഒരപകടം നടന്നിട്ടും അത് വകവയ്ക്കാതെ പരിപാടിയുമായി മുന്നോട്ട് പോയ സംഘാടകരും ഇവന്റ് മാനേജ്മെന്റ്സും പ്രധാന പ്രതികൾ. അവരുടെ പേരുകൾ പുറത്തുവിടണം. ആരൊക്കെയാണ് ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട്. ഒരു നർത്തകിയുടെ കയ്യിൽ നിന്നും എത്ര രൂപ വാങ്ങിയ സംഘാടകർ എന്ന കണക്കും പുറത്തു വന്നു. അപ്പോൾ ഇതിന്റെ പുറകിലെ കച്ചവട ലക്ഷ്യം പുറത്തറിയുക തന്നെ വേണം. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നടത്തിയ പരിപാടിയുടെ അണിയറക്കാരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും എം.എ. നിഷാദ് ആവശ്യപ്പെട്ടു. അതേസമയം മറ്റുള്ളിടത്താണെങ്കിൽ നൃത്തം ചെയ്യുന്ന ഓരോ കുട്ടിക്കും സംഘാടകർ 5000 രൂപ വെച്ചെങ്കിലും കൊടുക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ സംഘാടകർ പണം ഒന്നും നൽകിയില്ലെന്ന് മാത്രമല്ല, പങ്കെടുത്ത കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയത് 3500 രൂപ വീതം രജിസ്ട്രേഷൻ ഫീസായി മാത്രം കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 4 കോടി രൂപ സംഘാടകർക്ക് ലഭിക്കുമെന്ന് രജിത് ലീല രവീന്ദ്രൻ എന്നയാൾ കുറിച്ചത്. ബിസിനസ് സാധ്യതകൾ മനസ്സിലായതുകൊണ്ട് ഇത്തരം പരിപാടികൾക്ക് ഇനിയും ആവർത്തനങ്ങൾ ഉണ്ടാകും. രക്ഷിതാക്കൾ മുണ്ടു മുറുക്കി ഉടുത്തുണ്ടാക്കുന്ന പണം കൊണ്ട് സിനിമാ താരങ്ങൾ പലരും ഇനിയും ഗിന്നസ് ബുക്കിൽ കയറുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഈ നൃത്ത പരിപാടിയിൽ ഉയർന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് കല്യാൺ സിൽക്സ്. സംഘാടകരുമായി നടന്നത് വാണിജ്യ ഇടപാട് മാത്രമാണ്. ന്യായവിലയും സുതാര്യമായ പ്രവർത്തന രീതികളും അവലംബിച്ചു മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ ഉൽപ്പന്നങ്ങൾ ഇത്തരം ചൂഷണങ്ങൾക്കായി ഉപയോഗിച്ചാൽ കടുത്ത അതൃപ്തിയും മാനേജ്മെന്റ് അറിയിപ്പിൽ രേഖപ്പെടുത്തി. മൃദംഗനാദത്തിന്റെ സംഘാടകർ 12500 സാരികൾ നിർമ്മിച്ചു നൽകുവാൻ ആയിട്ടാണ് ഞങ്ങളെ സമീപിക്കുന്നത്. ഈ പരിപാടിക്ക് മാത്രമായി ഡിസൈൻ ചെയ്ത സാരികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർമ്മിക്കുകയും സാരി ഒന്നിന് 390 രൂപയ്ക്ക് സംഘാടകർക്ക് യഥാസമയം കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ പരിപാടിയുടെ വേദിയിൽ ഉണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് സംഘാടകർ സാരി ഒന്നിന് 1600 രൂപ ഈടാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് തങ്ങളുടെ പേര് വലിച്ചഴക്കരുതെന്നും കല്യാൺ സിൽക്സ് മാനേജ്മെന്റ് ഇറക്കിയ അറിയിപ്പിൽ പറയുന്നു. അതേസമയം നൃത്ത പരിപാടിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. നടി ദിവ്യ ഉണ്ണിയെയും നടൻ സിജു വർഗീസിനെയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. കുട്ടികളിൽ നിന്ന് രജിസ്ട്രേഷൻ മാത്രമായി സംഘാടകർ ഈടാക്കിയത് 1000-ഓളം രൂപയാണ്. അതുകൂടാതെ ബുക്ക് മൈ ഷോയിലടക്കം ടിക്കറ്റുകൾ വിറ്റിരുന്നു.